പഹൽഗാം ഭീകരാക്രമണത്തിലെ അക്രമികളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രാദേശിക ഭീകരൻ ആദിൽ തോക്കറിന്റെ സഹായത്തോടെ ആക്രമണം നടത്തിയത് 4-അംഗ സംഘം. ബൈസരൻ താഴ്വരയിൽ ഭീകരർ 20 മണിക്കൂറിലധികം സഞ്ചരിച്ചതായും വിവരമുണ്ട്. അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. ഭീകരാക്രമണത്തിൽ 3 പാകിസ്ഥാൻ ഭീകരരും ഒരു പ്രാദേശിക ഭീകരനും പങ്കുണ്ടെന്നാണ് റിപ്പോർട്ട്. പ്രാദേശിക ഭീകരനായ ആദിൽ തോക്കർ മറ്റു 3 അക്രമികൾക്ക് സഹായം നൽകിയെന്നും സൂചനയുണ്ട്. ആദിലിന് ലഷ്കർ-ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകളിൽ നിന്ന് പരിശീലനം ലഭിച്ചതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 4 പേരടങ്ങുന്ന അക്രമി സംഘം കൊക്കർനാഗ് വനമേഖലയിൽ നിന്നാണ് ബൈസരൻ താഴ്വരയിലേക്ക് കടന്നതെന്നും 20 മണിക്കൂറിലേറെ താഴ്വരയിലൂടെ സഞ്ചരിച്ചെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ആക്രമണത്തിനിടെ 2 മൊബൈൽ ഫോണുകൾ ഭീകരർ തട്ടിയെടുത്തതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രവാദികൾ AK-47, M4 അസോൾട്ട് തുടങ്ങിയ റൈഫിളുകൾ ഉപയോഗിച്ചതായും ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. 2 പേർ സമീപ പ്രദേശത്തെ കടകളിൽ നിന്നും മറ്റു 2 പേർ സിപ്പ് ലൈൻ ഏരിയയ്ക്ക് സമീപത്തു നിന്നുമാണ് വെടിയുതിർത്തത്. അതേസമയം ദൃക്സാക്ഷികളുടെ ചോദ്യം ചെയ്യലിൽ പ്രാദേശിക ഫോട്ടോഗ്രാഫർ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളും നിർണായകമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം NIA സംഘം ഭീകരാക്രമണം നടന്ന പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാനുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി. BSF മേധാവിയും യോഗത്തിൽ പങ്കെടുത്തു. 40 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന്റെ സ്ഥിതിഗതികൾ, ജമ്മു കാശ്മീരിലെ സുരക്ഷാ വിന്യാസം, തുടർ നടപടികൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയായി. കൈരളി ന്യൂസ്, ദില്ലി.